അവര് തമ്മിൽ പ്രേമത്തിലാണ്. നമ്മളും പ്രേമിച്ചു കെട്ടിയവരല്ലേ. എന്നിട്ട് നമ്മുടെ വിവാഹത്തിന് അംഗീകാരം കിട്ടിയോ? അമ്മന്നെ മരുമകളായിട്ട് ഇതുവരെ അംഗീകരിച്ചോ? ഇവൻ ഇങ്ങനെ പരസ്യമായിട്ട് ആ വേലക്കാരിയുടെ പിന്നാലെ ഇങ്ങനെ കറങ്ങി നടന്നാല് തീർച്ചയായും അത് ദക്ഷയായിട്ട് പ്രശ്നം ഉണ്ടാവുക തന്നെ ചെയ്യും. ദക്ഷ പ്രശ്നം ഉണ്ടാക്കിയാൽ അതോടെ സാറിന്റെ അമ്മയ്ക്ക് ഭ്രാന്തളകും. പിന്നൊരിക്കലും നമുക്ക് വാഗ്ദാനം തന്ന ചടങ്ങൊന്നും നടക്കാൻ പോകുന്നില്ല. മഹിയുടെ പ്രവൃത്തിയോടുള്ള ദേഷ്യം നമ്മളോടായിരിക്കും അമ്മ കൂടുതൽ കാണിക്കുക. ചേട്ടൻ തെളിച്ച വഴിയിലൂടെ അനിയൻ നടന്നു എന്നതായിരിക്കും അമ്മയുടെ അടുത്ത ആരോപണം. പ്രശ്നങ്ങൾ വരാൻ പോകുന്ന വഴി ഏതാണെന്ന് സാറിന് ഇപ്പൊ ബോധ്യായോ? ബോധ്യായി. സാറിപ്പോ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാ. എന്താ അത്? ചിന്നുവിന്റെ പുറകെ മഹി നടക്കുന്ന വിവരം പൊടിപ്പും തൊങ്ങലും വെച്ച് അമ്മ അറിയിക്ക. ബാക്കി അമ്മ നോക്കിക്കോളും. അതിന്റെ പേരില് നമ്മളോട് അമ്മയ്ക്ക് ദേഷ്യം തോന്നുകയില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. ഇപ്പൊ തന്നെ സർ ഈ കാര്യം അമ്മയെ അറിയിക്കണം. നമ്മളുടെ ജീവിതം തകർക്കാൻ നിങ്ങൾ നിങ്ങളുടെ അനിയനെ അനുവദിക്കരുത്. പണിയേറ്റു. ഇനിയെല്ലാം രമാദേവി നോക്കിക്കോളും. ചിന്നു അവർക്ക് വിഷം കൊടുത്തത് ചിലപ്പോ അവര് ക്ഷമിക്കുമായിരിക്കും. പക്ഷെ ദക്ഷ കെട്ടാൻ പോകുന്ന പയ്യനെ ചിന്നു തട്ടിയെടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ രമാദേവി ഒരിക്കലും സഹിക്കാനും പോകുന്നില്ല, ക്ഷമിക്കുകയില്ല. അമ്മ പറഞ്ഞത് ശരിയാ മോളെ. നിന്നെ ഇപ്പൊ കാണാൻ ഒരു മാലാഖയെ പോലെയുണ്ട്. ശരിക്കും ഒരു രാജകുമാരി തന്നെ. ഞങ്ങളെപ്പോലെ വേലക്കാരിയായി ജീവിക്കേണ്ട ഒരുവളല്ല നീ. പെരുമാറ്റം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരു രാജകുമാരിയായി ജീവിക്കാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്.